10ാം ക്ലാസ്സിലെ എല്ലാ കുഞ്ഞുങ്ങൾക്കും ഇൻഫോ മിററിലേക്ക് സ്വാഗതം. നമ്മൾ നിങ്ങളുടെ SSLCയുടെ ഇംഗ്ലീഷ് ചാപ്റ്റേഴ്സ് തുടങ്ങിയിട്ടുണ്ട്. നമ്മൾ ഒന്നാമത്തെ ചാപ്റ്റർ എടുത്ത് തുടങ്ങിയിരുന്നു, എ വെരി ഓൾഡ് മാൻ വിത്ത് എനോർമസ് വിങ്സ് എന്നുള്ളത്. അതിൻ്റെ പാർട്ട് 1 വീഡിയോ നമ്മൾ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഇത് പാർട്ട് 2 വീഡിയോ ആണ്. അപ്പോൾ ഒട്ടും വൈകണ്ട, ക്ലാസ്സിലേക്ക് കിടക്കാം. The news of the captive angel spread with great rapidity. കൂട്ടിലടക്കപ്പെട്ട ഏഞ്ചലിനെ പറ്റിയിട്ടുള്ള ന്യൂസ് വളരെ പെട്ടെന്ന് ഞൊടിയിടയിൽ എല്ലായിടവും എത്തി. ആഫ്റ്റർ എ ഫ്യൂ അവേഴ്സ്, കുറച്ച് മണിക്കൂറുകൾ അങ്ങോട്ട് കഴിഞ്ഞപ്പോൾ, ദ കോർട്ട്യാർഡ് ഹാഡ് ദ ബസിൽ ഓഫ് എ മാർക്കറ്റ് പ്ലേസ്. ഒരു ചന്തയുടെ ബസിൽ ആൻഡ് റസിൽ എന്ന് പറഞ്ഞാൽ എന്താ, ബഹളമാണ് കേട്ടോ, ചന്ത പോലത്തെ ബഹളമായിരുന്നു അവരുടെ മുറ്റം. ദ കപ്പിൾ ഹാഡ് ടു കോൾ ഇൻ ട്രൂപ്സ് ടു ഡിസ്പേഴ്സ് ദി മോബ്. ഈ ആൾക്കാരെ പറഞ്ഞു വിടാൻ വേണ്ടി സൈന്യത്തെ വരെ വരുത്തേണ്ട ആവശ്യം അവർക്ക് വന്നു. ദേ ഗോട്ട് ദി ഐഡിയ ഓഫ് ഫെൻസിങ് ഇൻ ദ യാർഡ്. ഒരു ഫെൻസ് അങ്ങ് കെട്ടാം. മതിലല്ല, ഫെൻസ് എന്ന് വെച്ചാൽ നമ്മൾ കമ്പി വേലി കെട്ടാൻ തീരുമാനിച്ചു. ആൻഡ് ചാർജിങ് 5 cents ഫോർ അഡ്മിഷൻ ടു സീ ദ ഏഞ്ചൽ. അല്ല പിന്നെ എന്തായാലും ആൾക്കാർ കാണാൻ വരുന്നുണ്ട്, അപ്പോൾ നമുക്കിങ്ങനെ കെട്ടി ഇങ്ങനെ ഒളിച്ച് വന്ന് അങ്ങനെ ആരും അങ്ങനെ ഔദാര്യത്തിലൊന്നും കണ്ടിട്ട് പോകണ്ടല്ലയോ. മതിലൊക്കെ കെട്ടി ഇതിനെ ഒളിച്ച് വെച്ചിട്ട് എന്ത് ചെയ്യണം, 5 cent പൈസ, വസ്തുവല്ല, അതൊരു നാണയം, 5 cent എന്നുള്ളത് ആ ഒരു തുകയിൽ ആൾക്കാരെ കയറ്റിവിടും. ഇദ്ദേഹത്തെ കാണാൻ വരുന്നവരില്ല, അത്ര വെച്ച് തരണം. ദ ക്യൂരിയസ് കെയിം ഫ്രം ഫാർ അവേ. വളരെ ജിജ്ഞാസയുള്ള ആൾക്കാർ, എന്താണിത് എന്നറിയാൻ, അറിവ് നേടാനുള്ള ആൾക്കാരൊക്കെ എന്ത് ചെയ്യും, ദൂരേന്ന് പോലും വന്നു. പിന്നെ ദ മോസ്റ്റ് അൺഫോർച്ചുനേറ്റ് ഇൻവാലിഡ്സ് ഓൺ എർത്ത് കെയിം ഇൻ സെർച്ച് ഓഫ് ഹെൽത്ത്. എന്താണ്, തീരെ വയ്യ, അവശതയാണ്, രോഗാവസ്ഥയിലാണ്, രക്ഷപ്പെടാൻ എന്തെങ്കിലും മാർഗമുണ്ടോ എന്ന് അന്വേഷിച്ച് ഇദ്ദേഹത്തെ കണ്ട് ഹെൽത്ത് റെഡിയാക്കാൻ വേണ്ടിയും അനുഗ്രഹം വാങ്ങി ഹെൽത്ത് റെഡിയാക്കാനും വേറെ ആൾക്കാരും വന്നു. പാലിയോ ആൻഡ് എലിസൻഡ വെയർ ഹാപ്പി വിത്ത് ഫാറ്റിക്. എന്താണ്, അവർക്കത് വളരെ ബുദ്ധിമുട്ടായിരുന്നു, എന്നിട്ട് പോലും അവർ ഹാപ്പി ആയിരുന്നു. എന്താ കാര്യം, ഇൻ ലെസ് ദാൻ എ വീക്ക്, ഒരാഴ്ച പോലും എടുത്തില്ല, ദേ ഹാഡ് ക്രാംഡ് ദെയർ റൂംസ് വിത്ത് മണി. അവരെ റൂം മൊത്തം ഒരു പണം തള്ളിക്കയറ്റി തിരികെ ഇങ്ങനെ അങ്ങ് വെച്ചു. സ്റ്റിൽ ദ ലൈൻ ഓഫ് പിൽഗ്രിംസ് വെയിറ്റിംഗ് ദെയർ ടേൺ ടു എൻറ്റർ റീച്ച്ഡ് ബിയോണ്ട് ദ ഹൊറൈസൺ. അങ്ങ് ചക്രവാളത്തിന് അപ്പുറത്ത് വരെ പോയി നിന്നു. ഇദ്ദേഹത്തിൻ്റെ അടുത്ത് ഇദ്ദേഹത്തെ കാണാൻ വരാനുള്ള ആൾക്കാരെ ക്യൂ. അവരെ മുറി നിറച്ച് പൈസ കിട്ടി, എന്നിട്ട് പോലും ആൾക്കാരെ വരക്ക് തീർന്നില്ല, ആൾക്കാരെ കാണാൻ പറ്റത്തില്ല, അങ്ങ് ചക്രവാളത്തിന് അപ്പുറത്ത് നിന്ന് നിൽക്കുവാക്കിയു. ദ ഏഞ്ചൽ വാസ് ദ ഓൺലി വൺ ഹൂ ടുക്ക് നോ പാർട്ട് ഇൻ ദിസ് ഓൺ ആക്ട്. ഈ ആക്റ്റിൽ യാതൊരു റോളും ഇല്ലാതെ മിണ്ടാതിരിക്കുന്നത് ഈ ഏഞ്ചൽ മാത്രമാണ്. ഹി സ്പെൻഡ് ഹിസ് ടൈം ട്രൈങ് ടു ഗെറ്റ് കംഫർട്ടബിൾ ഇൻ ഹിസ് ബോറോഡ് നെസ്റ്റ്. ആ കിട്ടിയ നെസ്റ്റിൽ തന്നെ അദ്ദേഹം എന്ത് ചെയ്യുകയാണ്, കംഫർട്ടബിൾ ആണ് എന്നുള്ള രീതിയിൽ അങ്ങ് ഇരിക്കുകയാണ്. അറ്റ് ഫസ്റ്റ് ദേ ട്രൈ ടു മേക്ക് ഹിം ഈറ്റ് സം മോത്ത് ബോൾസ്. ആദ്യമേ എന്താണ്, ഈ പ്രാണികളെയൊക്കെ കൊല്ലാൻ ഉപയോഗിക്കുന്ന ഗുളിക മോത്ത് ബോൾസ് ഇല്ലേ, അത് അദ്ദേഹത്തിന് ആദ്യമേ കൊടുത്തു. ബട്ട് ഹി ഏറ്റ് നത്തിങ്, ഒന്നും കഴിച്ചില്ല. ബട്ട് എഗ് പ്ലാന്റ് മഷ്, എന്ത് കഴിച്ചു, എഗ് പ്ലാന്റ് വഴുതന കഞ്ഞി കൊടുത്തു, അത് അദ്ദേഹം കഴിച്ചു. ഹിസ് ഓൺലി സൂപ്പർ നാച്ചുറൽ വെർച്യൂ സീം ടു ബി പേഷ്യൻസ്. അദ്ദേഹത്തിന് സൂപ്പർ നാച്ചുറൽ പവർ ഉണ്ടെന്ന് പറയുന്നല്ലേ, അദ്ദേഹത്തിൻ്റെ ഒരേ ഒരു സൂപ്പർ നാച്ചുറൽ പവർ ഇവിടെ കണ്ടത് എന്ത് തന്നെയാണ്, പേഷ്യൻസ് ആണ്, ക്ഷമയാണ്. ഹി വാസ് ക്വയറ്റ് പേഷ്യൻറ്റ് വെൻ ദ ഹെൻസ് പെക്ഡ് അറ്റ് ഹിം. അദ്ദേഹത്തിന് എന്ത് ചെയ്യുന്നുണ്ട്, ഹെൻസ് വന്നിങ്ങനെ പെക്ക് ചെയ്യുന്നു, കൊത്തുന്നു. എന്തിനു വേണ്ടിയായിരുന്നു, സെർച്ചിങ് ഫോർ ദ പാരസൈറ്റ്സ് ഇൻ ഹിസ് വിങ്സ്. അദ്ദേഹത്തിൻ്റെ വിങ്സിൽ എന്തുണ്ട്, പ്രാണികളുണ്ട് അല്ലേ, അതിനെ കൊത്തി തിന്നാൻ വേണ്ടി ഹെൻസ് വന്ന് കൊത്തുന്നു. അദ്ദേഹം ക്ഷമയോടുകൂടി ഇരുന്നു. ഹി വാസ് പേഷ്യൻ്റ് അഗെയിൻ വെൻ ദ ക്രിപ്പിൾസ് പുൾഡ് ഔട്ട് ഹിസ് ഫെദേഴ്സ് ടു ടച്ച് ദെയർ ലിംസ് വിത്ത്. ഈ വികലാംഗരായിട്ടുള്ള ആൾക്കാർ അവരുടെ മുറിവേറ്റ അവയവം അല്ലെങ്കിൽ എന്തെങ്കിലും പ്രശ്നമുള്ള അവയവം വരെ അവർ ഇയാളുടെ ദേഹത്ത് ടച്ച് ചെയ്യാൻ വേണ്ടി വിങ്സ് ഇങ്ങനെ ഇളക്കി, അതിനകത്തുനിന്ന് എന്തിളക്കി മാറ്റുന്നുണ്ട്, വിങ്സിൽ നിന്ന് ഫെദർ ഇളക്കി മാറ്റുന്നുണ്ട്. അതിങ്ങനെ ടച്ച് ചെയ്താൽ ഇവിടെ ഭേദമാകും എന്ന് പറഞ്ഞു. ഇതിന് ഡയറക്റ്റ് ബോഡിയിൽ ടച്ച് ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രമിക്കുന്നുണ്ടായിരുന്നു. അപ്പോഴും ഇദ്ദേഹം പേഷ്യൻ്റായിരുന്നു. ഹി റിമെയിൻ പേഷ്യൻറ്റ് വെൻ ഈവൻ ദ മോസ്റ്റ് മെർസിഫുൾ ത്രൂ സ്റ്റോൺസ് അറ്റ് ഹിം. മോസ്റ്റ് മെർസിഫുൾ ആയിട്ടുള്ള ആൾക്കാരെന്ന് തോന്നുന്നവർ പോലും അദ്ദേഹത്തിന് കല്ല് പറക്കി എറിഞ്ഞപ്പോഴും അദ്ദേഹം അനങ്ങാതിരുന്നു. ആഫ്റ്റർ ഓൾ ദേ വെർ ഓൺലി ട്രൈങ് ടു ഗെറ്റ് ഹിം ടു റൈസ് സോ ദാറ്റ് ദേ കുഡ് സീ ഹിം സ്റ്റാൻഡിങ്. ഇതിൻ്റെയൊക്കെ കാരണം എന്താ, അവർക്ക് എന്ത് ചെയ്യണം, ഇങ്ങനെ എന്തെങ്കിലും ഒന്ന് ചെയ്തിട്ട് അദ്ദേഹത്തെ ഒന്ന് എഴുന്നേൽപ്പിക്കണം. അദ്ദേഹം ഒന്ന് നിന്ന് കഴിഞ്ഞാൽ നിൽക്കുന്നത് അപ്പോൾ എങ്ങനെ ഇരിക്കും എന്നൊന്ന് കാണണം, നിൽക്കുമ്പോൾ ആ രൂപമൊന്ന് കാണണം, അത്രേ ഉള്ളൂ. ഇറ്റ് ഈസ് സോ ഹാപ്പൻ ദാറ്റ് ഡ്യൂറിങ് ദോസ് ഡേയ്സ് ദർ അറൈവ്ഡ് ഇൻ ദ ടൗൺ എ ട്രാവലിംഗ് ഷോ. അപ്പോൾ ഇത് കുറേ നാളിങ്ങനെ പൊയ്ക്കൊണ്ടിരുന്നു. അപ്പോഴാണ് ഒരു സഞ്ചരിക്കുന്ന ഒരു ഷോ അവിടെ വന്നത്. എവിടെ, ടൗണിൽ വന്നത്. ദ മെയിൻ അട്രാക്ഷൻ വാസ് എ വുമൺ ഹു ഹാഡ് ബീൻ ചേഞ്ച്ഡ് ഇൻ ടു എ സ്പൈഡർ ബൈ എ ബേസ്റ്റ് ഓഫ് തണ്ടർ ആൻഡ് ലൈറ്റ്നിങ്. അപ്പോൾ
ഈ ഒരു ഷോയിലും ഒരു മെയിൻ അട്രാക്ഷനായിട്ട് ആരുണ്ട്? ഒരു വുമൺ ഉണ്ടായിരുന്നു. ആ വുമണിൻ്റെ പ്രത്യേകത എന്താണ്? ഇടിമിന്നലേറ്റ ഒരു ദിവസം അവരെന്തായി മാറി? പെട്ടെന്ന് സ്പൈഡറായി മാറി. അപ്പോൾ ഇദ്ദേഹത്തിനെ കാണാനും വേണം, ഇതിനേക്കാൾ കൂടുതൽ ആകാംക്ഷ അതിന് വന്നു. അതിനൊരു കാരണം കൂടെയുണ്ട്. എന്താണ്? ദി അഡ്മിഷൻ ഫീസ് ടു സീ ഹെർ വാസ് ലെസ് ദാൻ ദ ഫീ ടു സീ ദ ഏഞ്ചൽ. ഏഞ്ചലിനെ കാണാൻ കൊടുക്കുന്നതിനേക്കാൾ കുറച്ച് പൈസ കൊടുത്താൽ അതവരെ കാണും. അപ്പം ഇനി എന്ത് ചെയ്യുക ആൾക്കാർ? അവരെ പോയി കാണാമെന്ന് പറഞ്ഞ് അങ്ങോട്ടേക്കങ്ങ് പോയി. സോ ദ പീപ്പിൾ ഫ്ലോക്ക് ടു സീ ഹർ. ഫ്ലോക്ക് ഒഴുകിയെത്തി അങ്ങോട്ടേക്ക്. They were also permitted to ask her all manner of questions about her absurd state. ഇങ്ങനെയുള്ള ഒരു അവസ്ഥയിൽ എത്തി അല്ലേ? ഇങ്ങനെ ഒരു അവസ്ഥയിൽ എത്തിയത് എന്താണ്, അല്ലെങ്കിൽ എങ്ങനെ, എന്ത് സംഭവിച്ചു എന്നുള്ള ചോദ്യങ്ങളൊക്കെ ചോദിക്കാൻ അവസരവും കൊടുത്തു. അവരെന്ത് ചെയ്യും? ആ വുമൺ എല്ലാത്തിനും ഉത്തരവും പറയും. ഈ മനുഷ്യൻ വല്ലതും പറയുമോ? അഥവാ പറഞ്ഞാൽ ഇവർക്ക് വല്ലതും മനസ്സിലാവുമോ? അപ്പം മനസ്സിലാവുന്നിടത്തോട്ട് കുറഞ്ഞ പൈസ കൊടുത്ത് പോയാൽ പോരേ? അങ്ങനെ ചിന്തിച്ച് അവരങ്ങ് പോയി. The owners of the house had no reason to lament. അവർക്ക് വിഷമിക്കേണ്ട കാര്യമൊന്നുമില്ല. വീടിൻ്റെ ഉടമസ്ഥർക്ക് എന്തിനു വിഷമിക്കണം? With the money they saved, they built a 2-story mansion with balconies and gardens. എന്തിനു വിഷമിക്കണം? ആ കിട്ടിയ പൈസ കൊണ്ട് 2 നിലയ്ക്ക് നല്ലൊരു വീടും വെച്ചു, ബാൽക്കണിയും ഗാർഡനും ഒക്കെയുള്ള സൂപ്പർ വീട് അവരങ്ങ് വെച്ചു. It also had high netting so that crabs wouldn't get in during the winter. വിൻ്റർ സീസണിൽ ക്രാബ്സ്, ഞണ്ടുകൾ കയറി വരാതിരിക്കാൻ വേണ്ടി നന്നായിട്ട് നെറ്റ് അടിച്ചിരുന്നു. ആൻഡ് അയൺ ബാർസ് ഓൺ ദി വിൻഡോ സോ ദാറ്റ് ഏഞ്ചൽസ് വുഡിൻ്റ് ഗെറ്റ് ഇൻ. ഇനി ഇരുമ്പ് ദണ്ടുകൾ കൊണ്ടുവന്ന് വിൻഡോസിൽ വെച്ചു. എന്തിന്? ഏഞ്ചൽസ് ഒന്നും അകത്തോട്ട് കയറാതിരിക്കാൻ. പെലയോ ഓൾസോ സെറ്റ് അപ്പ് എ റാബിറ്റ് വാരൻ ആൻഡ് ഗേവ് അപ്പ് ഹിസ് ജോബ് ആസ് എ ബാലിഫ് ഫോർ ഗുഡ്. അപ്പോൾ അദ്ദേഹം ഇനി എന്ത് ചെയ്തു? ജോലി ഉപേക്ഷിച്ചു. പിന്നെ എന്ത് ചെയ്തു? ഒരു റാബിറ്റ് വാരൻ എന്ന് പറഞ്ഞാൽ എന്താണ്? മുയൽക്കാടും കൂടെ അദ്ദേഹം അങ്ങ് സൃഷ്ടിച്ചു. എന്നിട്ട് ജോലിയും കളഞ്ഞ് വീട്ടിലിരിപ്പോൾ അതാണ് അദ്ദേഹത്തിന് നല്ലത്. എലിസൻഡ ബോട്ട് സം സാറ്റിൻ പംപ്സ് വിത്ത് ഹൈ ഹീൽസ് ആൻഡ് മെയിൻ ഡ്രസ്സസ് ഓഫ് ഇറിഡസെൻറ്റ് സിൽക്ക്. അപ്പോൾ ഈ സാറ്റിൻ പംപ്സ് വിത്ത് ഹൈ ഹീൽസ്, ഈ കാണുന്ന ചെരുപ്പാണ്, നിങ്ങളൊക്കെ കണ്ടിട്ടില്ലയോ? ഈ ചെരുപ്പുകൾ കുറേ അങ്ങ് മേടിച്ചു. പിന്നെ എന്താണ്? ബഹുവർണ്ണത്തിലുള്ള കുറേ സിൽക്ക് ഡ്രസ്സുകൾ. ഇറിഡസെൻ്റ് എന്ന് വെച്ചാൽ ബഹുവർണ്ണത്തിലുള്ള സിൽക്ക് എന്ന് പറഞ്ഞാൽ അറിയില്ല, പട്ട് വസ്ത്രങ്ങളും ഒക്കെ അങ്ങ് മേടിച്ചു. ദ ചിക്കൻ കൂപ്പ് വാസ് ദ ഓൺലി തിങ് ദാറ്റ് ഡിഡ്ന്റ് റിസീവ് എനി അറ്റൻഷൻ. അപ്പോൾ അവരുടെ ആ ഒരു ഏരിയയിൽ, അല്ലെ അവരുടെ വീടിനോട് ചേർന്നുള്ള ഭാഗത്തിൽ ഒരു അറ്റൻഷനും കൊടുക്കാനല്ലാതെ കൊള്ളാത്തത് എന്ന് പറയാൻ പറ്റുന്ന ഒരേ ഒരു ഭാഗം എന്തായിരുന്നു? ആ ചിക്കൻ്റെ കൂട് തന്നെ ആയിരുന്നു. ദ ഡങ് ഹീപ്പ് സ്റ്റെൻച്ച് ഫ്രം ദ കൂപ്പ് വാസ് ടേണിങ് ദ ന്യൂ ഹൗസ് ഇൻ ടു ആൻ ഓൾഡ് വൺ. അപ്പോൾ അറിയാമല്ലേ, കോഴികളൊക്കെ സ്ഥിരമായിട്ട് താമസിക്കുന്ന അതിൻ്റെ കോഴിക്കാഷ്ടമൊക്കെ വീണ് അതിൻ്റെ സ്മെല്ല് ഇങ്ങനെ വരും. അപ്പോൾ ഈ സ്മെല്ല് കാരണം പുതിയ വീട് പോലും പഴയതായിട്ട് തോന്നുന്നു എന്നാണ് പറഞ്ഞത്. അറ്റ് ഫസ്റ്റ് വെൻ ദ ചൈൽഡ് ലേൺ ടു വോക്ക്, ഇനി ഇവരുടെ കുട്ടി നടക്കാൻ തുടങ്ങിയപ്പോൾ ദേ വെർ കെയർഫുൾ ദാറ്റ് ഹി ഡിഡ് നോട്ട് ഗെറ്റ് ടു ക്ലോസ് ടു ദ കൂപ്പ്. സ്മെല്ലുള്ളത് കൊണ്ട് അങ്ങോട്ട് കുട്ടിയെ വിടാതിരിക്കാൻ അവർ മാക്സിമം ശ്രമിച്ചു. ബട്ട് ദെൻ ദേ ബിഗാൻ ടു ലൂസ് ദെയർ ഫിയേഴ്സ് ആൻഡ് ഗോട്ട് യൂസ്ഡ് ടു ദ സ്മെൽ. പിന്നീട് അവർക്ക് അതുമായിട്ട് അങ്ങ് ശീലമായി പോയി. അതുകൊണ്ട് അവരുടെ ടെൻഷനൊക്കെ അവരങ്ങ് കളഞ്ഞു. ബിഫോർ ദ ചൈൽഡ് ഗോട്ട് ഇസ് സെക്കൻഡ് ടീ, രണ്ടാമത്തെ പല്ല് വരുന്നതിന് മുമ്പ് ഹി ഹാഡ് ഗോൺ ഇൻസൈഡ് ദ ചിക്കൻ കൂപ്പ് ടു പ്ലേ. എങ്ങോട്ടേക്ക് പോയി? ചിക്കൻ കൂപ്പിലോട്ട് കളിക്കാനായിട്ട് പോയി. ആസ് ദ വയേഴ്സ് വെയർ ഫോളിങ് അപ്പാർട്ട്, അതിൻ്റെ ആ ഒരു വേലിയുടെ കുറേ ഭാഗമൊക്കെ പൊളിഞ്ഞു കിടന്നപ്പോൾ കുട്ടി സുഖമായിട്ട് അകത്തേക്ക് കയറി. ദേ ബോത്ത് കെയിം ഡൗൺ വിത്ത് ദ ചിക്കൻ ബോക്സ് അറ്റ് ദ സെയിം ടൈം. അപ്പോൾ കുട്ടിക്കും നമ്മുടെ ഏഞ്ചലിനും ഒരേപോലെ എന്ത് കിട്ടി? ചിക്കൻ ബോക്സ് കിട്ടി. ദേ ബോത്ത് കെയിം ഡൗൺ വിത്ത് ദി ചിക്കൻ ബോക്സ് അറ്റ് ദ സെയിം ഡേ. അവർക്ക് 2 പേർക്കും ഒരേ സമയത്ത് എന്ത് വന്നു? ചിക്കൻ ബോക്സ് വന്നു. ദ ഡോക്ടർ who took care of the child couldn't resist the temptation to listen to the angel's heart. ഡോക്ടറാണല്ലേ, ഡോക്ടറെ മനസ്സ് നോക്കൂ. കുട്ടിയെ വന്ന് നോക്കിയിട്ട് അദ്ദേഹത്തിൻ്റെ ഹൃദയമിടിപ്പും കൂടി കേൾക്കാതിരിക്കാൻ അദ്ദേഹത്തിന് സാധിച്ചില്ല. ഹി ഫൗണ്ട് സോ മച്ച് വിസ്ലിംഗ് ഇൻ ദ ഹാർട്ട് ആൻഡ് സോ മെനി സൗണ്ട്സ് ഇൻ ദ കിഡ്നീസ്. എന്താണ്? ഹാർട്ടിലും സൗണ്ട് കേട്ടു, കിഡ്നിയിലും ഒക്കെ അദ്ദേഹം ഒരുപാട് സൗണ്ടുകൾ കേട്ടു. വാട്ട് സർപ്രൈസ്ഡ് ഹിം മോസ്റ്റ് ഹൗവെവർ വാസ് ദ ലോജിക് ഓഫ് ഹിസ് വിങ്സ്. ഇങ്ങനെയുള്ള വിങ്സ്, അതിൻ്റെ ഒരു അർത്ഥമാണ് അദ്ദേഹത്തിന് മനസ്സിലാകാതെ പോയത് ഡോക്ടർക്ക്. ദേ സീംഡ് സോ നാച്ചുറൽ, വളരെ നാച്ചുറലായിട്ട് തന്നെ സീം ചെയ്യുന്നു. ഓൺ ദാറ്റ് കംപ്ലീറ്റ്ലി ഹ്യൂമൻ ഓർഗാനിസം. അദ്ദേഹത്തിൻ്റെ ബോഡി എന്ത് തന്നെയാണ്? ഹ്യൂമൻ ഓർഗാനിസമാണ്. പക്ഷേ എക്സ്ട്രാ ആയിട്ട് സർപ്രൈസിങ് ആയിട്ട് എന്തുണ്ട്? ചിറകുകളുണ്ട്. വളരെ നാച്ചുറൽ ആയിട്ടുള്ള ചിറകുകളാണ് ഉള്ളത്. ഹി കുഡിന്റ് അണ്ടർസ്റ്റാൻഡ് വൈ അതർ പീപ്പിൾ ഡിഡിന്റ് ഹാവ് ദം ടു. മറ്റുള്ളവർക്ക് എന്തുകൊണ്ടതില്ല എന്ന് അദ്ദേഹം അത്ഭുതപ്പെട്ടു. When the child began school, the sun and rain had caused the collapse of the chicken coop.
ഇനി കുട്ടി എങ്ങോട്ടേക്ക് പോയി തുടങ്ങി? സ്കൂളിലേക്ക് പോയി. അപ്പം സണ്ണും റെയിനും ഒക്കെ ചിക്കൻ കൂപ്പിൽ ചെറിയ കൊളാപ്സ്, വീഴ്ചകളൊക്കെ ഉണ്ടാക്കി. ദ ഏഞ്ചൽ വെൻറ്റ് ഡ്രാഗിങ് ഹിംസെൽഫ് അബൌട്ട് ഹിയർ ആൻഡ് ദെയർ ലൈക്ക് എ സ്ട്രേ ഡൈയിങ് മാൻ. അപ്പോൾ ഏഞ്ചൽ എന്താണ്, സ്വയം അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ ശരീരം വലിച്ചഴച്ച് കൊണ്ടുപോകുന്നത് പോലെ ഒരു വഴിതെറ്റിയ ആളെ പോലെ തോന്നി. ഹി സീം ടു ബി ഇൻ സോ മെനി പ്ലേസസ് അറ്റ് ദ സെയിം ടൈം. അദ്ദേഹത്തെ കാണുമ്പോൾ അദ്ദേഹം ഓരോ സ്ഥലത്തും ഇങ്ങനെ ഇവിടെ ഇരിക്കും, ഇച്ചിരി കഴിയുമ്പോൾ അവിടെ ഇരിക്കും, അങ്ങനെ പല സ്ഥലത്ത് അദ്ദേഹത്തെ കാണുന്നത് പോലെ തോന്നി. He could scarcely eat, and his eyes had also become so foggy that he went about bumping into poles. He could scarcely eat. അദ്ദേഹം അധികമൊന്നും കഴിക്കുന്നുണ്ടായിരുന്നില്ല. ആൻഡ് ഹിസ് ഐസ് ഹാഡ് ഓൾസോ ബിക്കം സോ ഫോഗി. അദ്ദേഹത്തിൻ്റെ കണ്ണുകളും എന്താണ്, വ്യക്തമല്ല, അല്ലെങ്കിൽ മൂടിപ്പൊട്ടതുപോലെ, മറഞ്ഞിരിക്കുന്നത് പോലെയൊക്കെ തോന്നി. ദാറ്റ് ഹി വെൻറ്റ് അബൌട്ട് ബംപിങ് ഇൻ ടു പോസ്റ്റ്. അദ്ദേഹം എന്താണ്, ഇങ്ങനെ ചാടാനായിട്ട് തുടങ്ങി, പോസ്റ്റുകളിലൊക്കെ ഇടിക്കാനായിട്ടൊക്കെ തുടങ്ങി. എന്ന് വെച്ചാൽ എന്താ, ക്ലിയർ അല്ല ഒന്നും, കാണാനും ബുദ്ധിമുട്ടാണ്, ഭക്ഷണവും കഴിക്കുന്നില്ല, വളരെ അവശനാണ് അദ്ദേഹം. പെലെയോ ത്രൂ എ ബ്ലാങ്കറ്റ് ഓവർ ഹിം ആൻഡ് ലെറ്റ് ഹിം സ്ലീപ്പ് ഇൻ ദ ഷെഡ്. അപ്പോൾ അദ്ദേഹത്തിന് തണുപ്പായിരിക്കും അല്ലേ. പെലെയോ എന്ത് ചെയ്തു, ഒരു ബ്ലാങ്കറ്റ് അദ്ദേഹത്തിൻ്റെ ശരീരത്തിലേക്ക് ഇട്ടു. എന്താണ്, വിൻ്റർ സീസണാണ്, വളരെ വളരെ തണുപ്പ് കൂടിയ സമയമാണല്ലേ. ഓൺലി ദെൻ ഡിഡ് ദേ നോട്ടീസ് ദാറ്റ് ഹി ഹാഡ് എ ടെമ്പറേച്ചർ അറ്റ് നൈറ്റ്. അപ്പോൾ ആ ഒരു സമയത്ത് മാത്രമാണ് അദ്ദേഹത്തിൻ്റെ എന്താണ്, ഒരു മിടിപ്പ് അല്ലെങ്കിൽ ഒരു ഇത്തിരി ചൂട് കൂടിയതായിട്ട് അവർക്ക് തോന്നിയത്. ദേ ബിക്കം അലാംഡ്. അപ്പോൾ അവർക്ക് ചെറിയ ടെൻഷനും ഉണ്ടായിരുന്നു അല്ലേ, പെട്ടെന്ന് എന്താണ് അയാളുടെ ബോഡിയിൽ ഒരു ടെമ്പറേച്ചർ എന്നുള്ള ഒരു ടെൻഷനും അവർക്കുണ്ടായിരുന്നു. ഫോർ ദേ തോട്ട് ഹി വാസ് ഗോയിങ് ടു ഡൈ. അവർ വിചാരിച്ചു മരിക്കാനെങ്ങാനും പോവുകയാണോ എന്നുള്ള ടെൻഷൻ അവർക്ക് വന്നു. ആൻഡ് യെറ്റ് he not only survived his worst winter but seemed improved with the first sunny days. അപ്പോൾ എന്താണ്, എങ്ങനെയൊക്കെ ആയിരുന്നാലും അദ്ദേഹം എന്തൊക്കെ ചെയ്തു, അദ്ദേഹത്തിൻ്റെ ഏറ്റവും വേഴ്സ്റ്റ് ആയിട്ടുള്ള, ഏറ്റവും നരകതുല്യമായ വിൻ്റർ അദ്ദേഹം എന്ത് ചെയ്തു, അദ്ദേഹം സർവൈവ് ചെയ്ത് അതിൽ നിന്നൊക്കെ രക്ഷപ്പെട്ട് മുന്നോട്ട് വരിക മാത്രമല്ല, പിന്നെ എന്തും ചെയ്തു. ഫസ്റ്റ് സണ്ണി ഡേയ്സിൽ അദ്ദേഹത്തെ കണ്ടപ്പോൾ കുറച്ച് ഇംപ്രൂവ്ഡ് ആയിട്ട്, നേരത്തെക്കാളും വളരെ ഇംപ്രൂവ്മെൻറ്റ് അദ്ദേഹത്തിന് തോന്നുകയും ചെയ്തു. ഹി റിമൈൻഡ് മോഷൻലെസ് ഫോർ സെവറൽ ഡേയ്സ്. കുറേ ദിവസം മോഷൻലെസ് ആയിട്ട്, ചലനമില്ലാതെ അദ്ദേഹം ഇരുന്നു. എവിടെ? ഇൻ ദ ഫാർദസ്റ്റ് കോർണർ ഓഫ് ദ കോർട്ട്യാർഡ്. കോർട്ട്യാർഡിൻ്റെ ഏറ്റവും അങ്ങേ മൂലയിൽ പോയി അദ്ദേഹം അങ്ങനെ ഇരുന്നു കുറേ ദിവസം. അറ്റ് ദ ബിഗിനിങ് ഓഫ് ഡിസംബർ സം ലാർജ് സ്റ്റിഫ് ഫെതേഴ്സ് ബിഗാൻ ടു ഗ്രോ ഓൺ ഹിസ് വിങ്സ്. ഡിസംബറിൻ്റെ ആദ്യ നാളുകളിൽ അദ്ദേഹത്തിൻ്റെ വിങ്സിൽ നല്ല രീതിയിലുള്ള ഫെതേഴ്സ് വരാനായിട്ട് തുടങ്ങി. They looked like the feathers of a scarecrow. സ്കെയർക്രോയുടെ പിക്ചർ ഇവിടെ തന്നെ വന്നിട്ടുണ്ട്, നമ്മുടെ നോക്കുകുത്തിയില്ലേ. അപ്പം നോക്കുകുത്തിയുടെ പോലെ അതുപോലത്തെ ഫെതേഴ്സ് ആയിട്ടാണ് കണ്ടാൽ തോന്നുന്നത്. വൺ മോർണിംഗ് എലിസൻഡ വാസ് കട്ടിങ് സം ബഞ്ചസ് ഓഫ് ഓണിയൻസ് ഫോർ ലഞ്ച്. അറിയാലോ, ഓണിയൻ്റെ കെട്ടറിയാലോ, അതിങ്ങനെ അരിയുകയായിരുന്നു. ആര്? നമ്മുടെ എലിസൻഡ. വെൻ എ വിൻഡ് ബ്ലൂ ഇൻ ടു ദ കിച്ചൺ. അപ്പോഴേക്കും കിച്ചണിലേക്ക് കാറ്റടിച്ചു. Then she went to the window and found the angel in his first attempts at flight. അപ്പോൾ എന്താണ് കാറ്റടിച്ചത് എന്ന് പറഞ്ഞ് ചെന്ന് വിൻഡോയിലൂടെ പുറത്തേക്ക് നോക്കുമ്പോൾ എന്ത് കണ്ടു? നമ്മുടെ ഏഞ്ചൽ ദേ ആദ്യമായി, അവരുടെ കണ്ണിലാണ്, അവരാദ്യമായിട്ടാണ് ഏഞ്ചൽ പറക്കാൻ ശ്രമിക്കുന്നത് കാണുന്നല്ലേ, ആ ഒരു കാഴ്ചയാണ് അവർ കാണുന്നത്. These were so clumsy that he was on the point of knocking the shed down as he couldn't get a grip on the air. കുറേ കാലമായില്ലേ, അവശതയുമായിരുന്നില്ലേ, ഇപ്പോൾ ഫെതേഴ്സൊക്കെ വന്ന് പറക്കാൻ ശ്രമിക്കുന്നു. അപ്പോൾ അദ്ദേഹത്തിന് എന്ത് ചെയ്യാൻ പറ്റുന്നില്ല, ക്ലംസിയാണ്, വളരെ ഒരു കൃത്യമായിട്ട് ഒരു എന്താണ് പറയുക, നല്ല രീതിയിൽ സ്ട്രൈറ്റ് ആയിട്ടൊന്നും പറക്കാൻ പറ്റുന്നില്ല, വികൃതമായ ഒരു രീതിയിലാണ് അദ്ദേഹം ഇങ്ങനെ ആടി ഉലഞ്ഞിട്ടുള്ള ഒരു പറക്കലിനാണ് ശ്രമിക്കുന്നത്. ശരിക്കും കണ്ടാൽ എന്ത് തോന്നും, വാസ് ഓൺ ദ പോയിന്റ് ഓഫ് നോക്കിംഗ് ദ ഷെഡ് ഡൗൺ. ആ ഷെഡ് പൊളിച്ച് വീഴ്ത്തും എന്നുള്ള രീതിയിലാണ്. കാര്യം എന്താ, അദ്ദേഹത്തിന് എന്ത് കിട്ടുന്നില്ല, ഹി കുഡിൻറ്റ് ഗെറ്റ് എ ഗ്രിപ്പ് ഓൺ ദ എയർ. എയറിലൊരു ഗ്രിപ്പ് അദ്ദേഹത്തിന് കിട്ടുന്നില്ല. ബട്ട് ദെൻ ഹി ഡിഡ് മാനേജ് ടു ഗെയിൻ ഓൾട്ടിറ്റ്യൂഡ്. പിന്നീട് അദ്ദേഹത്തിന് എന്ത് പറ്റി, ഉയരത്തിലേക്ക് പറക്കാൻ, ഓൾട്ടിറ്റ്യൂഡ്, ഉന്നതിയിലേക്ക് പോകാനുള്ള ഒരു മാനേജ്, അതൊന്ന് മാനേജ് ചെയ്യാൻ അദ്ദേഹത്തിന് സാധിച്ചു. എലിസൻഡ ലെറ്റ് ഔട്ട് എ സൈ ഓഫ് റിലീസ്. അയ്യോ എന്നൊരാശ്വാസം ആരിൽ നിന്ന് വന്നു, എലിസൻഡയിൽ നിന്ന് വന്നു. ഫോർ ഹെർ സെൽഫ് ആൻഡ് ഫോർ ഹിം. അവർക്കും ആശ്വാസമായി, അയാളെ ഓർത്തും അവർക്ക് ആശ്വാസമായി. വെൻ ഷീ വാച്ച് ഹിം പാസ് ഓവർ ദ ലാസ്റ്റ് ഹൗസസ്. എന്താണ്, അദ്ദേഹം എപ്പോഴാണ് ഈ ആശ്വാസം വന്നത്, അദ്ദേഹം പറന്നല്ലോ എന്നുള്ളൊരാശ്വാസം അവർക്കും. ലാസ്റ്റ് ഹൗസ് വരെയും പറന്ന് എല്ലാം കഴിഞ്ഞങ്ങ് പോകുന്നത് കണ്ടപ്പോൾ അയാൾക്ക് അയാൾ പറന്നങ്ങ് പോയല്ലോ, ഒന്നും പറ്റിയില്ലല്ലോ എന്നുള്ളൊരാശ്വാസം അയാളെ പറ്റിയും ഉണ്ടായി. He was holding himself up in some way with the risky flapping of a zenale vulture.
സീനൈൽ വൾച്ചർ. എന്താണ് വൾച്ചർ എന്ന് പറഞ്ഞാൽ? കഴുകനാണ് കേട്ടോ. അപ്പോൾ അദ്ദേഹം വളരെ കൃത്യമായ രീതിയിൽ തന്നെ പോയി. എങ്ങനെ പോയി? ഒരു റിസ്കി ആയിട്ടുള്ള ചിറകടി, ഫ്ലാപ്പിംഗ് ചിറകടി, വളരെ റിസ്കി ആയിട്ടുള്ള ചിറകടിയിലൂടെ പറന്നു പോകുന്നത് കണ്ടാൽ എന്തുപോലെ ഒരു സീനൈൽ വൾച്ചർ എന്ന് പറഞ്ഞാൽ എന്താണ്? പ്രായമുള്ള ഒരു കഴുകൻ പോകുന്നത് പോലെ തോന്നി. ഷീ കെപ്റ്റ് വാച്ചിങ് ഹിം ഈവൻ വെൻ ഷീ വാസ് ത്രൂ കട്ടിങ് ദി ഓണിയൻസ്. അപ്പോൾ ഓണിയൻസ് കട്ട് ചെയ്യുകയാണെങ്കിൽ പോലും അദ്ദേഹത്തെയും അവൾ നോക്കുന്നുണ്ടായിരുന്നു. ഷീ കെപ്റ്റ് ഓൺ വാച്ചിങ് അണ്ടിൽ ഇറ്റ് വാസ് നോ ലോങ്ങർ പോസിബിൾ ഫോർ ഹർ ടു സീ ഹിം. ഇനി അയാളെ കാണാനേ സാധിക്കില്ല, അത്ര അകലത്തിലേക്ക് അയാൾ എത്തിയപ്പോൾ പോലും അവൾ നോക്കിക്കൊണ്ടിരുന്നു. അതിൻ്റെ കൂടെ ഒണിയനും കട്ട് ചെയ്യുന്നുണ്ട്. ശരിക്കും എൻ്റെ പ്രൊനൗൺസിയേഷൻ ആനിയൻ എന്നാണ് കേട്ടോ. ഞാനതിപ്പോൾ പറഞ്ഞാണ്, നമ്മൾ പറഞ്ഞ് ശീലിച്ചത് കൊണ്ടും വായിക്കുമ്പോഴെപ്പോഴും അറിയാതെ ഓണിയൻ എന്നേ വരുന്നുള്ളൂ. ശരിക്കും ആനിയൻ എന്ന് തന്നെയാണ് കേട്ടോ. He was no longer an annoyance in her life, but an imaginary dot in the horizon of the sea. ഇനി അദ്ദേഹം എന്തല്ല, അവർക്ക് ഒരിക്കലും ഒരു ഉപദ്രവമോ ഒന്നും ഇനി അദ്ദേഹത്തെ കൊണ്ടില്ല. ശരിക്കും ഉപദ്രവിച്ചിട്ടില്ലെങ്കിൽ പോലും അങ്ങനെ ഒരാൾ അവശതയിൽ മരിക്കുമോ ഇങ്ങനെയൊക്കെയുള്ള ടെൻഷനിൽ ഇരിക്കുമ്പോൾ അവർക്കതൊരു പേടിയാണല്ലേ. അപ്പോൾ അതൊന്നും ഇനിയില്ല. ഹൊറൈസിന് അപ്പുറത്തൊരു ഡോട്ട് മാത്രമാണ്, ആ ഒരു ഓർമ്മ മാത്രമാണ് ഇനി അവർക്ക് അദ്ദേഹം. ഇത്രയേ ഉള്ളൂ അല്ലേ. ഇത്രയുമുള്ള ഒരു കഥയാണ്. എളുപ്പം വായിച്ചാൽ നമുക്ക് മനസ്സിലാവുന്നതുമാണ്. ഇതിനകത്ത് ഒരു ബോക്സ് കൂടിയുണ്ട്, അത് കഴിഞ്ഞേ നിങ്ങൾ കട്ട് ചെയ്യാവോ, അതും കൂടി നിങ്ങളൊന്ന് നോക്കണം. ശരിക്കും മാജിക്കൽ റിയലിസമാണ് ഈ ഒരു കഥ. മാജിക്കൽ റിയലിസം ഈസ് വൺ ഓഫ് ദ യുണീക് നറേറ്റീവ് സ്റ്റൈൽസ് ഓഫ് ദി ലാസ്റ്റ് സെഞ്ച്വറി. കഴിഞ്ഞ സെഞ്ച്വറി ഏത് സെഞ്ച്വറിയാ? 20th സെഞ്ച്വറി. ഇപ്പോൾ ഏത് സെഞ്ച്വറിയാ? 21st സെഞ്ച്വറി. അപ്പം 20th സെഞ്ച്വറിയിലെ ഒരു യുണീക്ക് സ്റ്റൈലായിരുന്നു എന്താന്ന് പറഞ്ഞാൽ മാജിക്കൽ റിയലിസം എന്ന് പറഞ്ഞാൽ എന്താണ് അത് പറയും. അതിനു മുമ്പ് മെനി ലാറ്റിൻ അമേരിക്കൻ റൈറ്റേഴ്സ് ലൈക്ക് ഗബ്രിയൽ ഗാർഷ്യ മാർക്കോസ്. അപ്പം ലാറ്റിൻ അമേരിക്കയിലെ വേറെ ഒരുപാട് റൈറ്റേഴ്സ്, ആരെയൊക്കെ ഇൻക്ലൂഡഡ്? ഗബ്രിയൽ ഗാർഷ്യ മാർക്കോസ്, അതുപോലെ ആൻഡ് അതേഴ്സ് സച്ച് എസ് സൽമാൻ റുഷ്ദി. സൽമാൻ റുഷ്ദി എന്ന് പറയുന്നത് ഇന്ത്യൻ വംശജനായിട്ടുള്ള ബ്രിട്ടീഷ് എഴുത്തുകാരനാണ് കേട്ടോ. ആൻഡ് ഏഞ്ചല കാർട്ടർ ഹാവ് കോൺട്രിബ്യൂട്ടഡ് ടു ദി ജേണർ. ഈ ഒരു ജേണറിലേക്ക് ഈ ഒരുപാട് കോൺട്രിബ്യൂഷൻസ് നടത്തിയ ആൾക്കാരുടെ പേരാണ് പറഞ്ഞത്. വർക്ക്സ് ഇൻ ദ ജേണർ ഡെപ്പിക്ട് ദ റിയൽ വേൾഡ് വിത്ത് എൻ അണ്ടർ കറന്റ് ഓഫ് മാജിക് ഓർ ഫാൻറ്റസി. എന്താ മാജിക്, ഫാൻറ്റസി, ഇതിൻ്റെയൊക്കെ ഒരു ഒഴുക്കാണ് ഇതിൽ കാണുന്നത്. Like fairy tales, works of magical realism blur the line between fantasy and reality. ശരിക്കും ഫെയറി ടെയിൽസ് വായിക്കുമ്പോൾ നമുക്ക് എന്താ തോന്നുക? റിയൽ ആണെന്ന് തോന്നില്ലേ? അതുപോലെയാണ് ഇവിടെയും എന്താണ്? റിയലിസമാണ്. പക്ഷേ ഈ ശരിക്കും ഇങ്ങനെ ഒരാളെ നമ്മൾ ആരും കണ്ടിട്ടില്ല. ശരിക്കും അത് നമുക്ക് വിശ്വസിക്കാൻ എന്താണ് ഉതകുന്ന രീതിയിലാണ് അവതരിപ്പിക്കുന്നത് അല്ലേ. അപ്പോൾ ഒരു ബൗണ്ടറി ലൈനില്ലേ റിയാലിറ്റി മാജിക്കും തമ്മിലുള്ള, അതങ്ങ് മായിച്ചങ്ങ് കളയും, ബ്ലർ ചെയ്തങ്ങ് കളയും. അപ്പോൾ നമ്മൾ എന്ത് വിചാരിക്കും? മാജിക്കൽ റിയലിസം എന്നുള്ളത് മനസ്സിലാവത്തില്ല, റിയലിസമാണ് എന്ന് വിചാരിക്കും. അത് എന്താണ്? ഒരു ഇമാജിനറി ക്യാരക്ടർ ആണെന്ന് പലപ്പോഴും നമുക്ക് എന്ത് ചെയ്യില്ല, നമ്മളങ്ങോട്ട് വിശ്വസിക്കില്ല. അത്രയ്ക്ക് രീതിയിലുള്ള ഒരു വർക്കാണ് ഈ മാജിക്കൽ റിയലിസത്തിലുള്ളത് കേട്ടോ. അപ്പോൾ നിങ്ങൾ ഈ പഠിച്ചത് മാജിക്കൽ റിയലിസത്തിലെ വർക്കാണ്, അത്രയും ഓർക്കുക മക്കളെ. ഇനി ആക്ടിവിറ്റീസൊക്കെ ഉണ്ട്, നമ്മളത് അടുത്തൊരു വീഡിയോ ആയിട്ട് ചെയ്യാം. ഇത് തന്നെ നല്ല ലെങ്തി ആയിട്ടുണ്ടായിരിക്കും. അപ്പോൾ അടുത്തത് നമ്മൾ ആക്ടിവിറ്റീസും നോട്ട്സും ഒക്കെ തരുന്നതായിരിക്കും. തൊട്ട് പറവേ തന്നെ അടുത്ത ക്ലാസ്സും അടുത്ത ചാപ്റ്ററും അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ SSLCയുടെ എല്ലാ ക്ലാസ്സുകളും നമ്മൾ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. നിങ്ങൾക്ക് ഞങ്ങളുടെ ചാനൽ ഇഷ്ടപ്പെട്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കാം. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യൂ. താഴെ കമൻറ്റ് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്, കമൻറ്റ് ചെയ്യൂ. കൂട്ടുകാർക്കൊക്കെ ഷെയർ ചെയ്യൂ. താങ്ക്